സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ പോലീസിനകത്ത് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളതാണ് സത്യം. ബലാത്സംഗം നടന്ന തീയതി പരാതിയിലില്ലാത്തതും നടിക്ക് അത് ഓർമ്മയില്ലാത്തതുമാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്നത്. സിദ്ദിഖിന്റെ ഹോട്ടൽ മുറിയിൽ സന്ദർശകയായി നടി എത്തിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാനും സാധ്യത കുറവാണ്. കാരണം കുറെ മുൻപ് നടന്നൊരു സംഭവമായതുകൊണ്ട്. എന്നാൽ സിദ്ദിഖിനെതിരായി തന്റെ കയ്യിലുണ്ടെന്ന് നടി പറയുന്ന ചില വാട്സ്ആപ്പ് മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ ലഭിക്കുമോ എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ നോക്കുന്നത്. യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരായി എടുത്ത ബലാത്സംഗ കേസിൽ ദ്രുതഗതിയിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയത്. താൻ ബലാത്സംഗത്തിനിരയായത് തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിലാണെന്ന നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിൽ ഹോട്ടലിൽ തെളിവ് ശേഖരണം നടത്തി. 2016 ജനുവരി മാസം സിദ്ദിഖ് മുറിയെടുത്തതിന്റെയും നടി അവിടെ സന്ദർശകയായി എത്തിയതിന്റെയും വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. എന്നാൽ ഇതിന്റെ തീയതിയിലാണ് അന്വേഷണ സംഘത്തിന് സംശയം. 2016 ജനുവരിയോ ഫെബ്രുവരിയോ എന്ന കാര്യത്തിൽ പോലും പരാതിക്കാരിക്ക് ആശയക്കുഴപ്പമുണ്ട്. നിലവിൽ ജനുവരി മാസം അവസാനമാണ് സിദ്ദിഖ് മാസ്കോട്ട് ഹോട്ടലിൽ 3 ദിവസം തുടർച്ചയായി മുറിയെടുത്തത്. തിരുവനന്തപുരം നിള തിയേറ്ററിൽ നടന്ന സിനിമയുടെ പ്രിവ്യൂ ഷോയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്. പ്രിവ്യൂ ഷോയ്ക്കിടെ നടിയെ കണ്ടെന്ന് സിദ്ദിഖ് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലെ ഏത് ദിവസമാണ് തന്നെ ഹോട്ടലിലേക്ക് സിദ്ദിഖ് ക്ഷണിച്ചതെന്നും തനിക്ക് ദുരനുഭവം നേരിട്ടതെന്നും ഉറപ്പിച്ചു പറയാൻ നടിക്ക് കഴിയുന്നില്ല. മാത്രമല്ല സന്ദർശകരുടെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളും ലഭിക്കാൻ സാധ്യതയില്ല. സിദ്ദിഖ് മുറിയെടുത്തതിന്റെ ഡിജിറ്റൽ തെളിവുകൾ മാത്രമേ ലഭിക്കൂ എന്ന് ഹോട്ടൽ അധികൃതർ അറിയിച്ചു കഴിഞ്ഞു. തന്റെ കയ്യിൽ സിദ്ദിഖിനെതിരെ ഉണ്ടെന്ന് പറയുന്ന ചില വാട്സ്ആപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ നടി ഇതേവരെ പോലീസിന് നൽകിയിട്ടില്ല. ഇത് ലഭിച്ചാൽ അന്വേഷണത്തിൽ നിർണായകമാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കൃത്യമായ തെളിവുകളില്ലാതെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഹരിമോഹൻ, മീഡിയ 1, തിരുവനന്തപുരം.